Hi, hello people. എല്ലാവർക്കും ഇന്നത്തെ ടാറ്റ് അ ടാറ്റ് വിത്ത് ടൂട്ടിലേക്ക് ഐ വെൽക്കം ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ആൻഡ് ഐ എം ബാക്ക് വിത്ത് മൈ മഞ്ഞ ഗ്ലാസ്. എല്ലാവരും കുറേ വട്ടമായിട്ടുണ്ട് എൻ്റെ മഞ്ഞ ഗ്ലാസ് എവിടെ ചോദിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എൻ്റെ മഞ്ഞ ഗ്ലാസ്സിൽ തുടങ്ങിയത്. So let me directly get into the question section, Q&A section today. Irene Jacobന്റെ മെയിലാണ്. Hey Abhi Chechi, I've become a big fan of yours and Ammu Chechi ever since Big Boss 2. I aspire to be like you guys. Thank you so much. Please just do more vlogs. So coming to the question, it's just a quick question. What editing app or product do you use to edit your videos? Okay, lots of love from New York, Irene. അപ്പോൾ thank you Irene first of all for writing to me. Basically ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ്. I use an app called Vivo എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ടെറ്റ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് സിമ്പിളാണല്ലോ, കുറച്ച് പണിയല്ലേ ഉള്ളൂ. പക്ഷേ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോപ്പർ എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്യുന്നത് അമൃത ചേച്ചി തന്നെയാണ്. ആൻഡ് ഷീസ് യൂസിങ് ഐ തിങ്ക് iMovies. I think she's using iMovies. Yeah, iMovies. So yeah. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. ഡോണ്ട് റിവീൽ മൈ ഐഡന്റിറ്റി അബ്രാമി വെറുതെ എന്തിനാണ് ഏറ്റവും അവസാനം എഴുതുന്നത്. അപ്പോൾ ഞാൻ ഐഡന്റിറ്റി റിവീൽ ചെയ്തത് So don't reveal my identity എന്ന് എഴുതിയിട്ടുണ്ട്. അവസാനം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് റിവീൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ ഹിസ് നെയിം ഇസ് സിദ്ധി. ഞാൻ ഫുൾ നെയിം പറയുന്നില്ല. അപ്പം റിവീൽ ചെയ്യണമെങ്കിൽ റിവീൽ ചെയ്യാൻ വേണ്ടെന്നല്ല പറഞ്ഞു. അപ്പം സിദ്ധി എന്നാണ് പേര്. ക്വസ്റ്റ്യൻ ഇസ് വെരി ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. സോ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, അത്ര വലിയ സംഭവമായ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ബട്ട് still, my question is, why don't women prefer perfect guys? You can take a good example from the movie Onion, where Ambi loves Nandini but she prefers Remu. You know, so why is that happening? Where a guy truly loves a woman perfectly, but a woman's choice is a cool guy, like, you know, Remu type of guy. So why is it like that? Being a perfect guy is very difficult, and being a Remu type is fairly easy. But women prefer that type of guy, but why? So basically, അപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരാളൊരു ജനറലൈസ്ഡ് ആയിട്ടൊരു മെൻ ആർ ലൈക്ക് ദിസ്, വിമൻ ആർ ലൈക്ക് ദിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേക്കും ഒത്തിരി പേര് ഒഫൻഡഡ് ആവും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന കാര്യം, അതായത് ദർ ഇസ് എ ക്വാട്ട് റൈറ്റ്, ഓൾ മെൻ ആർ ദ സെയിം എന്നൊരു പെണ്ണ് പറഞ്ഞിട്ട് അതിന് ഹൗ കം യു നോ ഓൾ മെൻ എന്നുള്ളൊരു, ഇത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ജോക്കായിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയില്ല. പക്ഷേ മേ ബി ഇറ്റ്സ് വെരി, ഈ ഗുഡ് ഗൈ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഭയങ്കര ഇൻട്രോവേർട്സ് ആയിരിക്കും മോസ്റ്റ്ലി. ഐ തിങ്ക് ഇപ്പം അന്യൻ, ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണ്, അന്യൻ ഫിലിമിൽ എക്സാമ്പിൾ വെച്ച് പറയുകയാണ്, അവർ ഭയങ്കര ഇൻട്രോവേർട്സ് ആയിരിക്കും. അപ്പം അവരവരുടെ റിയൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ സമയമെടുക്കും. അപ്പോൾ പെൺകുട്ടികളിങ്ങനെ ലൈക്ക് അവരുടേതായ ഫെയറി വേൾഡിൽ നടക്കുമ്പോൾ ഭയങ്കര എക്സ്പ്രസീവായിട്ട് കാണിക്കുന്നത് ചിലപ്പം തെറ്റായിട്ടുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ അവർ ഈ പെൺകുട്ടികൾ തന്നെ അറിയാതെ ആയിരിക്കും ദേ ഫോൾ ഫോർ ദീസ് ഗൈസ്. I mean, nobody knows like what is coming for you. നമ്മൾ ഭയങ്കര എക്സ്പ്രസീവായിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കുന്നു. ആ ആള് അന്യനാണോ അമ്പിയാണോ റെമോ ആണോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. നമ്മൾ ഒരാളെ ഇപ്പം എൻ്റെ കേസിലൊക്കെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒത്തിരി പ്രീ ജഡ്ജ്മെൻറ്റ് വെച്ച് ആളായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമല്ല. ബിക്കോസ് നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ പലപ്പോഴും പലരും എന്താ പറയുക തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പം it's not that girls fall for the cool guys. Girls fall for open expression of feelings actually. We fall for ഞാൻ എല്ലാവരെയും പറയല്ല, പക്ഷേ ഭയങ്കര ഓപ്പണായിട്ട് ഒരാൾ അയാളുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കത് ഇറ്റ്സ് ഈസി ടു റീഡ് ദാറ്റ് പേഴ്സൺ. അപ്പോൾ ചിലപ്പം വന്നിരിക്കുന്ന ആൾ ജെന്യുവൻ ആയിട്ടായിരിക്കില്ല, വെറുതെ ഓപ്പണായിട്ട് കാണിക്കുന്നതായിരിക്കും, ജസ്റ്റ് ഒരു ടൈം പാസ് വേണ്ടി പറയാൻ പറ്റില്ല. അപ്പം സംടൈംസ് we fall for the wrong people, and it's not always the same. അതായത് എല്ലാവരും റെമോനെ പ്രിഫർ ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. we fall for people who express really like in a very good ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അടുത്ത് ഭയങ്കര വേഗം പെൺകുട്ടികൾ അട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മേ ബി അതായിരിക്കും ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും ഈ അമ്പി കാറ്റഗറി അല്ലെങ്കിൽ അമ്പി എന്ന് സിദ്ധി തന്നെ പറഞ്ഞ ടൈപ്പ് ഓഫ് ആൾക്കാർ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് മടിയുള്ളവരായിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എക്സ്പ്രസ് മോർ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ടു ബി വിത്ത് യുവർ ഐഡിയൽ നന്ദി. So that was a very nice question. Thank you, Siddhi.
അടുത്ത മെയില് ആക്ച്വലി കണ്ടന്റ് വളരെ നല്ലൊരു കണ്ടന്റ് ആണ്, പക്ഷേ ഈവൻ ദിസ് പേഴ്സൺ ഡസൻറ്റ് വാണ്ട് മീ ടു റിവീൽ ദ നെയിം. സോ ബേസിക്കലി ഒന്നുമില്ല, എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്നു, ഐ റിയലി ലൈക്ക് യുവർ സീരീസ് ടെററ്റായിട്ട് ഗിവ്സ് പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞാൻ ചുമ്മാ വായിച്ച് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ്, ഈ ക്വാറന്റൈൻ സമയങ്ങളിൽ കുറേ ചിന്തിച്ചിട്ട് ഹയർ സ്റ്റഡീസിനെ പറ്റി ചിന്തിച്ചിട്ട് എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പം അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ ക്വാറന്റൈൻ സമയത്ത് ആക്ച്വലി എല്ലാവരുടെയും മുമ്പുണ്ടായിരുന്ന വർക്ക് സ്റ്റൈലും വർക്ക് ലൈഫും എല്ലാം ഭയങ്കര ഡിസ്റപ്റ്റഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ കുറേ കാലമായിട്ട് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ നിന്ന് പോയി. സോ ദിസ് ഈസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് എവറിബഡി ഈസ് അണ്ടർ എ ലോട്ട് ഓഫ് പ്രഷർ. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് ചിന്തിക്കണം, എന്ത് ഡിസൈഡ് ചെയ്യണം എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് നമുക്ക് കൂടുതൽ സമയമെടുത്ത് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണിത്. ബിക്കോസ് വി ആർ ഓൾ മോസ്റ്റ്ലി ഹോം ആൻഡ് വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം. അപ്പം ഈ സമയത്ത് നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡായി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ആക്കാതെ ഈ ഉള്ള സമയത്ത് മാക്സിമം യു നോ യുവർ സെൽഫ് ബെറ്റർ ദാൻ എനിബഡി എൽസ്. അപ്പം ഈ നോക്കുന്ന ഹയർ സ്റ്റഡീസിലാണെങ്കിൽ പോലും make sure that you choose something that would go perfectly with your likes and dislikes. അതായത് ഇപ്പോൾ നമുക്ക് വേറൊരു സംഭവം ഇഷ്ടമായിട്ട് അത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരു പക്ഷെ നല്ലൊരു ഇറ്റ് വിൽ നോട്ട് ടേക്ക് യു ടു ഇറ്റ് വിൽ നോട്ട് ചാനൽ യു പ്രോപ്പർലി. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഡു സംതിങ് യു റിയലി ലൈക്ക്, ബിക്കോസ് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ് ഇറ്റ് ഈസ് ഇപ്പോൾ പഠിക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചറിനെ വരെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യം. അപ്പം വെൻ യു ചൂസ് സംതിങ് ലൈക്ക് ഐ വാസ് എ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ്. അപ്പം ഐ എം സംബഡി ഹു റിയലി ലൈക്സ് മീഡിയ ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ കുഡ് റിയലി ഡു വെൽ. ഐ ലൈക്ക് ദ സബ്ജക്റ്റ് ആൻഡ് ഐ കുഡ് ഗിവ് മൈ ഓൾ ടു ഇറ്റ്. അപ്പം അതുപോലെ വെൻ യു ഡിസൈഡ് ഓൺ യുവർ ഹയർ സ്റ്റഡീസ് ഓർ യുവർ കരിയർ, try to do something or try to stick on to a decision that will bring you happiness, so that you will be able to invest your fullest to it, and that annalle namukku satisfaction undavullu. So higher studies is all something that would decide your future. So we kore ee samayaduthu maximum സമാധാനത്തോടുകൂടെ ചിന്തിച്ച് ഇഷ്ടമുള്ള കരിയർ എന്താണെന്ന് വെച്ചാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്താ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ ഇൻ്റർനെറ്റിലൊക്കെയും സെർച്ച് ചെയ്ത് അറൈവ് അറ്റ് എ പ്രോപ്പർ കൺക്ലൂഷൻ. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് യു ആർ സപ്പോസ് ടു ബി ഡൂയിങ്. ഇഫ് ഐ വാസ് ഇൻ യുവർ പൊസിഷൻ ഐ വുഡ് ഹവ് ഡൺ ദാറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്ത മെയിലും ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ബേസിക്കലി പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പ്രേമം സംഭവങ്ങളൊന്നും ആരോടും ഫീൽ ചെയ്തിട്ടില്ല. അത് പുള്ളിക്കാരുടെ ഒരു തെറ്റാണോ എന്നുള്ള രീതിയിലാണ് ഈ മെയിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് 2-3 വട്ടം നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്നവർ പ്രപ്പോസ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ when it comes to that love relationship kind of a scene, she's not able to handle it. I think she thinks that she's not just ready for it. And ഇതിങ്ങനെ നല്ല രീതിയിൽ അടുപ്പം കാണിച്ച് നിന്ന് അത് ഫ്രണ്ടായി എന്നുള്ളൊരു രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് ഹോപ്സ് കൊടുത്തിട്ടാണോ ഇനി അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പ്രപ്പോസ് ചെയ്യാൻ നേരം ഐ ഡിഡ്ന്റ് ഈവൻ സേ യെസ്, ഒഴിവാക്കി വിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, am I giving them hopes എന്നൊക്കെ ഉള്ളതാണ് ഇയാളുടെ ക്വസ്റ്റ്യൻ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ആയിരിക്കില്ല വേറൊരാൾ ചെയ്യുന്നത്. പക്ഷെ എനിക്കെപ്പോഴും എല്ലാവരോടും പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വി ഷുഡ് ഓൾവേസ് ആക്സെപ്റ്റ് അവർ സെൽസ് ഫോർ വാട്ട് വി ആർ. ബിക്കോസ് നമ്മളെ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്താലേ മറ്റുള്ളവർക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അപ്പം ഈ ഒരാളോട് യു നോ ദാറ്റ് യു ആർ ജസ്റ്റ് ബീങ് എ ഫ്രണ്ട് ടു സംബഡി, ആൻഡ് ആ ഫ്രണ്ട്ഷിപ്പിനെ വേറെ ആൾ പ്രേമമായിട്ട് തെറ്റിദ്ധരിച്ചു എന്നുണ്ടെങ്കിൽ അത് so അപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ you are friends with somebody and that person mistook your friendship for love,
ആൻഡ് ദെൻ ആ ഒരു കോഴ്സിൽ യു വറീഡ് വെദർ യു ഗേവ് ഹോപ്പ് ടു ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ അങ്ങനത്തെ 2-3 ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഓരോ രീതിയിലുള്ള ആൾക്കാരാണ്. ചിലർക്ക് സം പീപ്പിൾ കാൺട്ട് ലിവ് വിതൗട്ട് ദിസ് തിങ് കോൾഡ് കോഡിപ്പെൻഡൻസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഒരു വേറൊരാളുടെ ഒരു സപ്പോർട്ട്. അതുപോലെ ഇതൊന്നും ഇല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോ ആൾക്കാരും ഓരോ പോലെയാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റിയൽ സ്വഭാവത്തിന് നമുക്ക് ഒത്തിരി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഈ തേപ്പ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഇവിടെ ഭയങ്കര മെയിൻ സ്ട്രീം ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, I'd say. You clearly know that you were just treating somebody as your close friend and that person mistook it for love. You know that you were not actually giving hopes. You just wanted a true friendship maybe. പക്ഷേ അത് വേറൊരാൾ തെറ്റിദ്ധരിച്ചു പ്രണയമായിട്ട്. അയാൾ പ്രേമമുണ്ടോ, തനിക്കും ഇതുപോലെ തന്നെയാണോ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചോദിച്ചിട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മേ ബി ഐ ബിലീവ് ദാറ്റ് യു സെഡ് നോ, ഇറ്റ്സ് ജസ്റ്റ് ദ ഫ്രണ്ട്ലി തിങ് ദറ്റ് വി ഹാവിങ് എന്ന് പറഞ്ഞ് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ബേസിക്കലി ഇപ്പം ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നൗ വെൻ യു ഗെറ്റ് ക്ലോസ് വിത്ത് സംബഡി, ജസ്റ്റ് ആദ്യമേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നെ ചാടിക്കര പ്രേമിക്കും എന്ന് വിശ്വസിക്കും അങ്ങനെയൊന്നുമല്ല. അതായത് ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടയിൽ ഉള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഏതെങ്കിലും രീതിയിലൊരു ചേഞ്ച് വരികയാണെങ്കിൽ, അതൊരു അപ്ഗ്രഡേഷൻ ഇൻടു ലവ് ആണെങ്കിൽ പോലും, ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് ടു ഗെറ്റ് ഫീലിങ്സ്, പ്ലീസ് ലെറ്റ് മീ നോ. അവസാനം ഒരാൾ മാത്രം അങ്ങനെ അടുപ്പം തോന്നിയിട്ട് അവസാനം എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ തേച്ചു എന്നുള്ളൊരു പേരിലേക്ക് എന്നെ വിടരുത് എന്നുള്ളൊരു കാര്യം ആദ്യമേ തന്നെ ഇനി മുതൽ ഒരു കം വിത്ത് ഡിസ്ക്ലെയിമർ. ഐ തിങ്ക് ദാറ്റ് വുഡ് ഡു. ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ, ഡോണ്ട് ബി ഡിപ്രസ്ഡ് ബിക്കോസ് തിങ്സ് ലൈക്ക് ദീസ് ഹാപ്പൻ. we're all young and we're all I don't think you are very old. I think you're very young. അപ്പം ഈ ഒരു ഏജിലൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. ആൻഡ് these kind of confusions is what makes your teenage life a proper teenage life. So what I'd say is just enjoy the moment, just live in the moment, don't be depressed. And ഇനി ഓരോ വട്ടം പുതിയ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഈ ഫ്രണ്ട്ഷിപ്പ് വേറൊരു ഡീവിയേഷൻ എടുക്കാൻ തുടങ്ങുന്നൊരു പോയിന്റ് ആകുമ്പോഴത്തേക്കും തന്നെ മറ്റേ ഇയാളുടെ അടുത്ത് പറയാൻ പറയും. The moment your feelings starts changing, please make sure that the other person gets to know. And ഇയാൾക്ക് ഇനിയിപ്പോൾ വേറെ ഇയാളോടുള്ള ഫീലിങ്സ് മാറ്റി തുടങ്ങാൻ തോന്നുമ്പോൾ, ഇഫ് യു ഡോണ്ട് ഫീൽ ദ സെയിം, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ടേക്ക് എൻ ഇനീഷ്യേറ്റീവ് ടു ആസ് എ പേഴ്സൺ വെദർ ഓക്കെ ഇതിൻ്റെ റൂട്ട് ചെറുതായിട്ട് മാറുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ. അല്ല, ഇയാൾക്ക് ഇനിയിപ്പോൾ പുതുതായിട്ട് പ്രേമം തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഓൺ വിത്ത് ദാറ്റ്സ് ഇറ്റ്. സോ that's it. Thank you so much, darling. Don't stress over things like these. ഇതൊക്കെ ആൻഡ് ഡിപ്രസ്ഡ് എന്നുള്ള കാര്യമൊന്നും, ഇത്തരം കാര്യങ്ങൾ കാരണം ഡിപ്രസ്ഡ് എന്നാവേണ്ട. തേപ്പ് എന്ന് പറയുന്ന വേർഡൊക്കെ എല്ലാവർക്കും, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ ഒരു ഏജിൽ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ അപ്പം ഇന്ന് ഞാൻ ഇത്രയും മെയിൽസ് വായിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. So let me just remind you guys one thing. If you guys have got anything to tell me, എന്തെങ്കിലും കാര്യത്തിനെ പറ്റി എൻ്റെ ഒപ്പീനിയൻ കേൾക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു റൈറ്റ് ടു മീ ഈ ഇമെയിൽ ഐ ഡിയിലേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ തൊട്ട് കഴിഞ്ഞാൽ യു ക്യാൻ കമ്പോസ് എ മെയിൽ ടു മീ. സോ യു ക്യാൻ ചൂസ് ടു ഡു either of this. So that's all for today's channel number 2. I'll see you guys the next time. Bye bye.